കൊച്ചിയിൽ ട്രെയിലറിൽ നിന്ന് റേഞ്ചർ റോവർ കാർ ഇറക്കുന്നതിനിടെ പാണ്ടിക്കുടി സ്വദേശി മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി. ഇപ്പോൾ MVI അസീം വി നമ്മോടൊപ്പം ചേരുന്നു. സാർ, പ്രാഥമികമായ അന്വേഷണം പൂർത്തിയായി. എന്താണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? പ്രാഥമികമായ അന്വേഷണം ആദ്യമേ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പ് MVDയുടെ അന്വേഷണം നടത്തിയതിനകത്ത് അവർ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് മാനുഷിക പിഴവെന്നാണ്. എന്നുവെച്ചാൽ ആ ഇറക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മാനുഷിക പിഴവെന്നാണ്. അതൊരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ആ പരിശോധനയും മറ്റും നടത്തിയപ്പോൾ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായ? വാഹനത്തിന് യാതൊരുവിധ തകരാറുകളുമില്ല. യഥാർത്ഥ RPMലാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. ആ അപകടത്തിൽപ്പെട്ട വാഹനം തന്നെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിപ്പിച്ച് എക്സ്പെർട്ട് വരെ കൊണ്ട് സഞ്ചരിപ്പിച്ച് ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത് ഇറക്കിയ ആൾക്കുണ്ടായ ഒരു അശ്രദ്ധക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ? ഇറക്കിയ ആളിന് അത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഷോറൂമുകാർ ഇങ്ങനെ ഈ യൂണിയൻകാരെ ഏൽപ്പിച്ചത് അത് ഒരു പരിധിവരെ അപകടത്തിനിടയായിട്ടുണ്ടോ? യൂണിയൻകാരാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അവരെങ്ങാണ്ട് 24 പേര് ചേർന്ന ഏതോ ഒരു അസോസിയേഷനുണ്ട്. ആ അസോസിയേഷനിൽപ്പെട്ട ഒരു അംഗമാണ് വന്ന് വാഹനം ഇറക്കാൻ വേണ്ടി വന്നത്. അവർ 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ വെളിയിൽ സൈഡിൽ നിൽക്കായിരുന്നു. അയാൾ ഈ വാഹനം വരുന്നത് കണ്ട് പെട്ടെന്ന് ചാടി മാറി. നിലവിൽ ആ വാഹനം ഓടിച്ച ആൾക്കെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മറുപടി അദ്ദേഹം തരണം. പിന്നെ വാഹനത്തിന്റെ മുഴുവൻ രേഖകളും കൃത്യമായി പരിശോധിക്കുവാൻ വേണ്ടി എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നുവെച്ചാൽ വാഹനം ലഭിച്ചു വന്നാലും അതിന്റെ ഫോം 22 ആണ് കമ്പനിയിൽ നിന്ന് കൊടുത്തുവിടുന്നത്. അതിന്റെ ബില്ലും ആയിരിക്കും. അതെന്റെ പരിശോധനയ്ക്കായി ലഭിച്ചിട്ടില്ല. അത് തിങ്കളാഴ്ച ലാൻഡ് റോവറുകാർ ഹാജരാക്കാമെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് മറ്റ് റിപ്പോർട്ട് സാർ നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് അതെന്നത്തേക്കായിരിക്കും? അത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് നൽകാൻ പറ്റുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോസിക്യൂഷൻ നടപടി അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മളുടെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാവില്ല. അത് ഉണ്ടാകുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. നമ്മളുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ ഇന്നതാണ് സംഭവിച്ചത് എന്നുള്ളത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന നടപടിയായിരിക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് സംസാരിച്ചത്. അതായത് വാഹനത്തിന് മറ്റു തകരാറുകളൊന്നും തന്നെ ഇല്ല. ആ ഓടിച്ച ആൾക്കുണ്ടായ ശ്രദ്ധക്കുറവാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയതെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നത്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.